എങ്ങനെ പോണേ? അനുവേട്ടനെ പോകുന്നത് കൂട്ടങ്ങല്ലൂർ താലപ്പിലേക്കായിട്ട് എങ്ങനെയാണ് നമ്മൾ പോകാണ്ടിരിക്കുക? എന്നെ താലപ്പിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ എൻ്റെ ആ മുഖഭാവമാണ് ആ കാണുന്നത്. ഉച്ചയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോരാ, എനിക്ക് വൈകുന്നേരം തന്നെ പോകണം, എനിക്ക് തിരക്കിൻ്റെ ഇടയിൽ കൂടെ പോയാൽ മാത്രമേ രക്ഷയുള്ളൂ. അപ്പോൾ ആ ഒരു ചൂടിലാണ് എന്നെ ഇന്ന് താലപ്പിലേക്ക് കൊണ്ടുപോകണത്. അത് കറക്റ്റ് ആ പീക്ക് ടൈം സന്ധ്യാസമയത്താണ് കേട്ടോ പോണത്. ഭാഗ്യത്തിന് ഞാൻ പ്രതീക്ഷിച്ചത്ര, അതല്ല അനുവേട്ടൻ പ്രതീക്ഷിച്ചത്ര തിരക്കും കൂടി ഉണ്ടായിരുന്നില്ല കേട്ടോ. അനുവേട്ടൻ അവിടെ കാറൊന്നും ആ റൗണ്ടിലേക്ക് കയറാൻ പറ്റും തന്നെ വിചാരിച്ചിരുന്നില്ല. പക്ഷെ ദേ ഞങ്ങൾ റൗണ്ടിൽ കയറി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ വന്ന് അവിടെ ഒരു പാർക്കിങ്ങിലാണ് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ദേ നടന്ന് അമ്പലത്തിലേക്ക് എത്തിയത്. പക്ഷെ പണ്ടത്തെ അത്ര തിരക്കില്ല കേട്ടോ. അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് അടുക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പം അധികം പ്രശ്നമില്ല. അമ്പലത്തിൻ്റെ ആ ശിവയിൽ നടക്കുന്ന സ്ഥലത്തും പിന്നെ ആ കടകളുടെ ഉള്ളിലാണ് അത്ര വലിയ തിരക്ക്. പുറമേ അത്ര വലിയ തിരക്കില്ല. ആ അമ്പലത്തിൻ്റെ ആ ചുറ്റുവട്ടം മാത്രമേ തിരക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതേ ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ്. അമ്പലത്തിൽ പോയി സന്ധ്യാസമയമാണല്ലോ, അപ്പോൾ അവിടെ ദീപാരാധനയുടെ സമയം ആവാറായിട്ടുണ്ട്. അപ്പം നേരെ പോയി അമ്പലത്തിൽ ഉള്ളിൽ കയറാൻ നിന്നില്ല കേട്ടോ. അപ്പം നേരെ പോയി ഫ്രണ്ടിൽ നിന്നിട്ട് തൊഴുതുള്ളൂ. കണ്ടില്ലേ താൽപ്പലിക്കാവ്, അത്ര വലിയ തിരക്കില്ല. ഞാൻ വിചാരിച്ചു നടക്കാൻ പോലും പറ്റില്ല എന്ന്. പണ്ടുണ്ടല്ലോ ഞാനും അച്ഛനും അമ്മയും കുട്ടനും കൂടിയും ഒരു പ്രാവശ്യം വന്ന ഓർമ്മ. അത് താൽപ്പലിക്കാണോ ഭരണിക്കാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു താൽപ്പലിക്കാവുന്നു. താൽപ്പലി സമയങ്ങളിൽ ഞങ്ങൾ കൂടുതലും വരാറുണ്ടല്ലോ. നമ്മുടെ താൽപ്പലിയുടെ സമയത്തൊന്നും വരില്ല, താൽപ്പലി കഴിയുമ്പോഴാണ് വരിക. എന്താണെന്ന് വെച്ചാൽ അവിടെ കടകളിലും റൈഡിലും ഒക്കെ കയറി ഇറങ്ങാൻ അപ്പോൾ തിരക്കുണ്ടാവില്ല. നമുക്ക് സുഖമായിട്ട് വന്ന് അവിടെ ഉള്ള കച്ചവടക്കാർ, കൊടുങ്ങല്ലൂർ കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ ഞങ്ങളെല്ലാവരും കൂടിയും വരും താലപ്പൊലിക്ക്. പിന്നെ ഒരു പ്രാവശ്യം എനിക്ക് ഓർമ്മയുള്ളത്, താലപ്പൊലിക്ക് ഒരു ദിവസം എൻ്റെ അച്ഛൻ്റെ വീട് പുല്ലൂട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാനും അച്ഛനും അമ്മയും കുട്ടനും എല്ലാവരും കൂടി നടന്ന് ഇങ്ങനെ പോയി താലപ്പൊലിയൊക്കെ കണ്ടിട്ട് രാത്രി ഞങ്ങൾ നടന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അതാണ് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ നല്ല ഓർമ്മ കേട്ടോ കൊടുങ്ങല്ലൂർ താലപ്പൊലി. സത്യം പറഞ്ഞാലുണ്ടല്ലോ, കുട്ടിക്കാലത്ത് ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോകാൻ എനിക്ക് പേടിയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം എനിക്ക് അത്ര വലിയ പേടിയൊന്നുമില്ല. അപ്പം അങ്ങനെ വലിയ സീനൊന്നും ആയിട്ട് എനിക്ക് തോന്നണില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ അതിൻ്റെ ഇടയിൽ പോയി ശിവേലിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും നമ്മുടെ ഫോണിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഞാനും. അങ്ങനെ കുറച്ച് നേരം വീഡിയോസും പിന്നെ നമ്മുടെ ശിവേലിയൊക്കെ അത് ആ താളം പിടിച്ച് ആസ്വദിക്കണം. കാണാൻ തന്നെ രസമാണല്ലേ. അങ്ങനെ കുറച്ച് നേരം ശിവയിലൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ ഇതേ പ്രദക്ഷിണം വെച്ച് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ പോയിരിക്കുകയാണ്. അവിടെയാണ് നിറച്ച് കച്ചവടവും റൈഡിങ്ങും ഒക്കെ ഉള്ളത്. ആദ്യത്തിനാണെങ്കിൽ 360 കയറണം, മീനാക്ഷിക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കയറണം, പല സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്നുള്ള ഒരു വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അനൂപിൻ്റെ ഒപ്പം വന്ന കാരണം ഒന്നും സാധിച്ചില്ല. അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഇനി ലെഫ്റ്റ് പോകണോ റൈറ്റ് പോകണോ? ലെഫ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ റൈഡുകൾ, റൈറ്റിലും ഇഷ്ടം പോലെ റൈഡുകൾ. പക്ഷേ റൈറ്റ് സൈഡിൽ മറ്റേ ഷോപ്പുകളും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരെ ചൂസ് ചെയ്തത് നമ്മുടെ ഷോപ്പുകളിൽ പോയി വാങ്ങിച്ചില്ലെങ്കിലും കണ്ടെങ്കിലും നമ്മുടെ മനസ്സങ്ങോട്ട് നിറയ്ക്കാമല്ലോ. അങ്ങനെ എല്ലാ കടകളിലും കയറി ഇറങ്ങി ഇതിനെത്രയാ ചേട്ടാ എന്നുള്ള ആ വിലയും ചോദിച്ച് ഞങ്ങളങ്ങനെ നടക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ഇറങ്ങി. ഞാൻ ഈ കടകളിൽ പോയാലുണ്ട് ഏറ്റവും കൂടുതൽ നോക്കുക കമ്മലാണ് കേട്ടോ. കമ്മൽ 40 രൂപ കേട്ടോ ഏതെടുത്താലും. പിന്നെ അതേ ഇഷ്ടം പോലെ വള, കമ്മൽ, മാല എല്ലാ സാധനമുണ്ട്. പിന്നെ ഞാൻ ഞെട്ടിപ്പോയത് ഈ കരിമ്പിൻ്റെ ഇത് കണ്ടട്ടാ. എന്തോരം കരിമ്പ്, ലോറി കണക്കിന് എത്ര ലോഡ് ഇറക്കിയിട്ടുണ്ടാവോ, എന്തോരാന്നറിയോ. ഇത് കണ്ട കൂട്ടിയിട്ടേക്കണണ്ടാ. ഇതിപ്പോൾ 3-ാം ദിവസത്തെ താൽപ്പലിക്കാണ് കേട്ടോ ഞാൻ പോയത്. എന്നിട്ടും എന്തോരം കരിമ്പായിരിക്കണേ. പണ്ടൊക്കെ ആണെങ്കിൽ കരിമ്പ് കണ്ട ചാടി വീഴുന്ന ആളായിരുന്നു. ഇപ്പം എനിക്ക് പല്ലില്ലാത്ത കാരണം കരിമ്പും മേടിക്കാൻ പറ്റില്ല, ഒന്നും മേടിക്കാൻ പറ്റില്ല. പിന്നെ ദേ ഞങ്ങൾ മുളക് ബജ്ജിയൊക്കെ കഴിച്ച്, മുളക് ബജ്ജിയല്ല കേട്ടോ, ഞങ്ങൾ മറ്റേ കോളിഫ്ലവർ ബജ്ജിയാണ് കഴിച്ചത്. അതും കഴിച്ച് റൈഡിൽ മീനാക്ഷിക്ക് ആയത്തിനൊക്കെ കയറണം എന്നുണ്ടെങ്കിലും
സമ്മതിച്ചില്ല അനൂപേട്ടൻ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. ഉത്സവങ്ങൾക്കും താലപ്പൊലിക്കും പൂരത്തിനും പെരുന്നാളിനും ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒന്നിലോ ഫ്രണ്ട്സിൻ്റെ ഒപ്പം അല്ലെങ്കിൽ വന്ദനയോടൊപ്പം പോവായിരിക്കും ഞങ്ങൾക്ക് ഉത്തമം. എന്താണെന്ന് വെച്ചാൽ അനുപേട്ടൻ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളെ കൊണ്ടുപോവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ താലപ്പൊലിയുടെ ഇത് ഞങ്ങളുടെ ഇന്നത്തെ കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം മറക്കരുത്.